എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഹോം സഹായിക്കാൻ തയ്യാറാവുന്നു. അങ്ങനെ ഇവർക്കായിട്ട് ഒരു വീട് വേഗം അറേഞ്ച് ചെയ്യുന്നു. ഈ അറേഞ്ച് ചെയ്ത വീടായിട്ട് കണ്ട ഒരു ഡിസ്കോ ബാർ സെറ്റപ്പ് ഉള്ള സ്ഥലമാണ്. എന്തായാലും ഇവിടെ നിങ്ങൾക്ക് ചുമ്മാ അങ്ങ് താമസിക്കാൻ പറ്റില്ല. നമ്മൾ ഒന്നിച്ച ഒരു എഗ്രിമെന്റ് ഉണ്ടല്ലോ, ഞാൻ പറയുന്ന ജോലി നിങ്ങൾ എടുക്കാന്ന്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഇവിടെ താമസിച്ചോ. അതിനായിട്ട് ചില എഗ്രിമെന്റും കാര്യങ്ങളെല്ലാം നിങ്ങൾ സൈൻ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് ഓൾറെഡി ആ ഒരു സെറ്റപ്പ് ഇഷ്ടമാവുന്നില്ലെങ്കിലും അതേ ഹോം ഇവർക്കായി അറേഞ്ച് ചെയ്യും. മറ്റൊരു വീടൊന്നും തരില്ല എന്ന് മനസ്സിലാവുമ്പോൾ അവര് ഓക്കെ ഇവിടെ താമസിക്കാം എന്ന് തന്നെ സമ്മതിക്കുന്നു. അങ്ങനെ അതിന്റെ ഭാഗമായി ചുമ്മാതങ്ങ് താമസിക്കാൻ പറ്റില്ല. അവരിവിടെ ചെയ്യാൻ പോകുന്ന ജോലി ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ എഴുതിയ ഒരു കോൺട്രാക്ട് പേപ്പർ നൽകുന്നുണ്ട്. അത് സൈൻ ചെയ്യാനേ പറയുമ്പോഴേക്കും അങ്ങനെ ചുമ്മാ സൈൻ ചെയ്യാൻ പറ്റില്ല, വായിച്ച് നോക്കിയും കണ്ട് ഞങ്ങൾ സൈൻ ചെയ്യുന്നൊക്കെ പീച്ച് പറയുമ്പോഴേക്കും അതിനൊന്നും സമയമില്ല, വേഗം സൈൻ ചെയ്യുന്നു പറഞ്ഞു പാങ് ഷടപടയെന്ന് സൈൻ ചെയ്യാണ്. സൈൻ ചെയ്ത ശേഷമാണ് അതിൽ മുഴുവൻ പീച്ചിന് പാരയാണെന്ന് മനസ്സിലാവുന്നത്. മറ്റൊന്നുമല്ല, എന്ത് ജോലി ഹോം പറഞ്ഞാലും അത് ചെയ്യേണ്ടി വരും. ഈ പ്രേതത്തെ പിടിക്കുക എന്നത് മാത്രമല്ല, മറിച്ച് എന്ത് പറഞ്ഞാലും ചെയ്യേണ്ടി വരും. ചെയ്തില്ലെങ്കിൽ ഇവർക്ക് കൊടുക്കാൻ പോകുന്ന കാശിൽ നിന്ന് അത് കട്ട് ചെയ്യും എന്നതാണ് എഗ്രിമെന്റ്. വായിക്കാതെ സൈൻ ചെയ്തതുകൊണ്ട് തന്നെ ഇനി വേറെ വഴിയില്ല. എങ്കിൽ ശരി, ഐശ്വര്യമായിട്ട് മോനൊരു പാട്ട് പാടിക്കൊള്ളാൻ ഹോം പറയുമ്പോൾ പീച്ച് പറ്റില്ല എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ പറ്റില്ലെങ്കിൽ കാശിൽ നിന്ന് ഞാൻ കട്ട് ചെയ്യൂന്ന് ഹോം പറയുന്ന സമയം വേറെ വഴിയില്ലാതെ പീച്ച് പാട്ട് പാടുന്നു. പീച്ചിനാണെങ്കിൽ പാട്ടിന്റെ ABCD അറിയില്ല. വളരെ കോമഡി ആയിട്ടാണ് അവൻ പാടുന്നത്. ഇത് കേട്ട് ഹോം ചിരിച്ചിരിച്ച് ഒരു പരുവാവുന്നുണ്ട്. പീച്ചിനെ എങ്ങനെയെങ്കിലും ഇറിറ്റേറ്റ് ചെയ്യണം എന്ന ഒരൊറ്റ ഉദ്ദേശത്തിലാണ് ഹോം ഇമാതിരി കൊനിഷ്ഠ പരിപാടികളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അടുത്തതായി ഇവർ നേരെ പോകുന്നത് മറ്റേ ഹോട്ടലിലേക്കാണ്. അവിടെ നമ്മളൊരു പ്രേതത്തിനെ മുന്നേ കണ്ടിരുന്നല്ലോ. ആ ഒരു ഹോട്ടൽ പ്രോപ്പർട്ടിയും ഹോമിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. അപ്പൊ അവിടെ ഈ ഒരു പ്രേതത്തിന്റെ ശല്യം ഉള്ളത് കൊണ്ട് തന്നെ അത് നീക്കിയാലേ ഇവർക്ക് അവിടെയും കാര്യങ്ങൾ അങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പക്ഷേ അവിടെയുള്ള പ്രേതത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതിനെ മഴയുള്ള സമയത്തേ കാണാൻ സാധിക്കും. അതെന്താ മഴയുള്ള സമയത്ത് മാത്രം വരുന്ന പ്രേതമെന്ന് അത് കേട്ട് ഹോം ചോദിക്കുമ്പോഴാണ് കാര്യങ്ങൾ ക്യാൻ പറയുന്നത്. ഒരിക്കലും ഈ ഹോട്ടലിൽ താമസിക്കുന്ന ഒരു ഗസ്റ്റ് മഴയുള്ള ഒരു സമയം പുറത്തുനിന്ന് ഒരു ഫുഡ് ഓർഡർ ചെയ്തു. ആ ഫുഡ് കൊണ്ടുവരുന്ന ഡെലിവറി ബോയ് ആ മഴയത്ത് ഡ്രൈവ് ചെയ്ത് മരണപ്പെടുകയായിരുന്നു ആക്സിഡന്റിൽ പെട്ട്. അങ്ങനെ അതിനുശേഷം ഒരു പ്രേതമായി മാറി. എന്തായാലും ആ പ്രേതത്തിനെ ഓടിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം. എനിക്കിതിലൊന്നും വലിയ താല്പര്യമില്ല, വിശ്വാസമില്ല, അതുകൊണ്ട് ഞാനില്ലാന്ന് പറ്റില്ല. ക്യാൻ പറയുമ്പോഴേക്കും നിന്റെ മുന്നിൽ വെച്ചല്ലേ പ്രേതത്തിനെ ഓടിച്ചു കാണിച്ചത്, എന്നിട്ട് നിനക്ക് വിശ്വാസമില്ലെന്നായിരുന്നു ഇവരുടെ ചോദ്യം. ഇല്ലാന്ന് ക്യാൻ വളരെ ഓവർ കോൺഫിഡന്റ് ആയി പറയുമ്പോഴേക്കും പെട്ടെന്ന് പാങ് ആകട്ടെ ക്യാനിനെ ഒന്ന് പേടിപ്പിക്കുന്നുണ്ട്. ക്യാൻ പേടിച്ച് വിറച്ചുപോയി. അല്ല, പ്രേതത്തെ ഒന്നും പേടിയില്ലെന്ന് പറഞ്ഞ ഇപ്പൊ എന്തിനിങ്ങനെ പേടിക്കുന്നതെന്നായിരുന്നു അത് കണ്ടവർ അവളെ കളിയാക്കുന്നത്. അയ്യേ, അതിനാര് പ്രേതത്തിനെ കണ്ടു പേടിച്ചോ? പ്രേതത്തിനേക്കാൾ ഭയാനകമായിരുന്നു നിന്റെ മോന്ത കാണാൻ, അത് കണ്ടു പേടിച്ചതാണെന്ന് ക്യാൻ ചമ്മല് മറയ്ക്കാനായി പറയുന്നുണ്ട്. അങ്ങനെ ക്യാൻ അവിടെ നിന്ന് മാറിപ്പോകുമ്പോഴേക്കും അല്ല, ഇനി ആ മഴ പെയ്യുമ്പോൾ മാത്രം വരുന്ന പ്രേതത്തെ നമ്മൾ എങ്ങനെ ഇവിടെ എത്തിക്കും? ഇനി പ്രേതം വരാനായിട്ട് മഴ വരുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ടി വരുമോ എന്ന് പാങ് ചോദിക്കുമ്പോൾ എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്, ഞാൻ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു, ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞ് ഹോമായിട്ട് അവിടെ ആ ഒരു ബോഡി ഗാർഡിനെ കൊണ്ട് മഴ പെയ്ക്കുന്ന കണക്ക് ഒരു കാര്യം സെറ്റ് ചെയ്തിരിക്കുന്നു. മറ്റൊന്നല്ല, ഹോസ് കൊണ്ട് ഇങ്ങനെ വെള്ളം ചീറ്റിച്ചടിക്കാണ്. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ എന്ന് ഹോം ചോദിക്കുമ്പോൾ പ്രേതേ നിന്നെ പോലെ മണ്ടനല്ല, ഇതൊന്നും കണ്ടൊന്നും പ്രേതം വരില്ല എന്നെല്ലാം അവർ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും അധികം വൈകാതെ മഴ പെയ്യുമെന്ന എല്ലാ ലക്ഷണങ്ങളും അവിടെയുണ്ട്. അങ്ങനെ മഴ പെയ്യാനായി തുടങ്ങുമ്പോഴേക്കും ഇവരാകട്ടെ അവിടെ ആ പ്രേതത്തിന്റെ വരവിനായി കാത്തിരിക്കുകയാണ്. എടാ നീ ഒന്ന് പോയി നോക്കി എന്ന് ഹോം പീച്ചിനോട് പറയുമ്പോൾ ഞാൻ ഇതിന് പോകണമെന്നായിരുന്നു പീച്ചിന്റെ ചോദ്യം. നിനക്കല്ലേ അതിനെ കാണാൻ പറ്റൂ, അല്ലാതെ ഞാൻ പോയിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ജോലിയുടെ കാര്യമായി ഞാൻ എന്ത് പറഞ്ഞാലും നീ കേട്ടേ പറ്റൂ, കോൺട്രാക്റ്റിലുള്ളതെന്ന് ഹോം പറയുമ്പോഴേക്കും പീച്ച് അങ്ങനെ ഈ പണക്കാരുടെ കൂടെ ജോലി ചെയ്താ അവന്മാർക്ക് കാശിന്റെ ഹുങ്കാണെന്നൊക്കെ പറഞ്ഞ് ഹോമിന്റെ വായി വരുന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അവിടെ ചെന്നവൻ നോക്കുമ്പോഴേക്കും ആ ഒരു പ്രേത രൂപത്തെ കണ്ട് പീച്ചിന് നെഞ്ചിടിപ്പ് കൂടുന്നു. അവൻ വേഗം തന്നെ ഇവരുടെ അടുത്തേക്ക് തിരിഞ്ഞോടി വരുന്നുണ്ട്. പ്രേതവും ഇവരെ ഫോളോ ചെയ്ത് വരുന്നുണ്ടായിരുന്നു. ഈ പീച്ചിന് പ്രേതത്തെ കാണാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ ഈ കൂട്ടത്തിൽ ഏറ്റവും അധികം പേടി അവനാണ്. പ്രേതത്തിന്റെ മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കാനായി പെട്ടെന്ന് വെപ്രാളത്തില് ചന്ദനത്തിരി ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. കൂടാതെ പ്രേതത്തിന് കൊടുക്കാനായും പ്രത്യേകിച്ച് ഫുഡൊന്നും ഉണ്ടാക്കാതെയുമാണ് അവര് വന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ എന്താ ചെയ്യാന്ന് പീച്ച് ചോദിക്കുമ്പോൾ എന്നോടാണോ ചോദിക്കുന്നത്? ഇതൊക്കെ നിന്റെ ജോലിയുടെ ഭാഗമല്ലേ, നീ വേണ്ട ഇതൊക്കെ ശ്രദ്ധിക്കായിരുന്നു. ഹോം ദേഷ്യപ്പെടുമ്പോഴാണ് അവിടെ കോഫി ഉണ്ടാക്കാനായിട്ടുള്ള ചില കാര്യങ്ങൾ ഇരിക്കുന്നത് പീച്ച് കാണുന്നത്. കോഫി എങ്കിൽ കോഫി, നല്ലൊരു കോഫി ഇട്ട് കൊടുത്താൽ അത് വീഴാത്ത പ്രേതമൊന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ച് പീച്ച് കോഫി ഇടുന്നുണ്ടെങ്കിലും അവന്റെ കൈയൊക്കെ വരച്ച് പകുതി കോഫിയും ഗ്ലാസ്സിൽ നിന്നൊക്കെ താഴെ പോകുന്നു. ഇത് കൊണ്ടു കൊടുക്കുന്ന കാര്യവും അവന് വളരെ പേടിയുള്ളതാണ്. അത് മനസ്സിലാക്കുന്ന ഹോമോ ഞാൻ കൊണ്ടു കൊടുക്കാന്നും പറഞ്ഞ് ആ ഒരു പ്രേതം നിൽക്കുന്നെന്ന് പീച്ച് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോകുന്നു. സത്യം പറഞ്ഞ അവിടെ എത്തിക്കഴിയുമ്പോൾ ഹോമിനും ആ ഒരു രൂപത്തെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിന് നേരെ അവൻ കോഫി നീട്ടുമ്പോഴേക്കും അത് തലയിലുള്ള ഹെൽമെറ്റ് മാറ്റുമ്പോഴാണ് ഇത് തലയില്ലാത്ത ഉടല് മാത്രമാണെന്ന കാര്യം അവർ കാണുന്നത്. ആ ഒരു കാഴ്ച കണ്ടപാടെ തന്നെ പീച്ചതെ ബോധം കെട്ട് വീഴുന്നു. പാങ്ങായിട്ട് പീച്ചിനെ തട്ടി വിളിച്ച് എന്ത് പറ്റി, എന്തിനിപ്പോ ബോധം കെട്ടെന്ന് ചോദിക്കുമ്പോഴാണ് ഇത് തലയില്ലാത്ത ഉടല് മാത്രമുള്ള ഒരു പ്രേതമാണെന്ന് പീച്ച് പറയുന്നത്. എന്തായാലും ആ പ്രേതം അപ്പോഴും അവരെ പിന്തുടർന്ന് വരുന്ന കണക്ക് തോന്നുന്ന
പീച്ച് അലറി വിളിച്ച് പുറത്തേക്ക് ഓടുമ്പോ ഹോമും പാങ്ങും പുറകെ പോകുന്നു. പുറത്ത് കാറിൽ ക്യാൻ ഉണ്ടായിരുന്നു. അവൾക്കാണെങ്കിൽ ഇതിലൊന്നും താല്പര്യമില്ലാത്ത മട്ടിലിരിക്കാണല്ലോ. അവളുടെ അടുത്തേക്ക് അവർ ഓടിച്ചെന്ന് പ്രേതം ഫോളോ ചെയ്ത് വരുന്നുണ്ട്. വേഗം കാർ എടുക്കുന്നു പറയുമ്പോഴേക്കും അവരെ കളിയാക്കുന്ന ക്യാൻ എന്നിട്ട് പ്രേതം ഇപ്പൊ എവിടെ നിൽക്കുന്നു എന്ന് മട്ടില് ചോദിക്കുമ്പോഴാണ് ഇവരുടെ മുന്നിൽ നിൽക്കുന്ന ആ ഒരു പ്രേതത്തെ അവർ വീണ്ടും കാണുന്നത്. ഈ ഒരു സമയം സ്പീഡിൽ വണ്ടി ഓടിച്ച് ഈ കാറിൽ ഇടിക്കുന്ന കണക്ക് ആ ഒരു പ്രേതം വരുന്നത് പീച്ച് കണ്ട് അലമുറ ഇടുന്നുണ്ടെങ്കിലും പേടിച്ച് കണ്ണടച്ചവൻ അല്പം കഴിഞ്ഞ് കണ്ണു തുറക്കുമ്പോൾ അവിടെ ഒന്നും പറ്റിയ കണക്കേ ഇല്ല. ആ പ്രേതത്തെയും കാണുന്നില്ല. എന്തായാലും അവരവിടെ നിന്ന് ഒരുവിധം രക്ഷപ്പെട്ട് വീട്ടിലേക്ക് എത്തുന്നു. നാണമില്ലേ നിങ്ങൾക്ക്? വലിയ പ്രേതപ്പിടുത്തക്കാർ വന്നിരിക്കുന്നു. പ്രേതത്തെ പേടിയില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയാണോ അലമുറ ഇടേണ്ടതെന്നെല്ലാം ക്യാൻ ചോദിക്കുന്നുണ്ട്. ഓ, പറയുന്ന ആളൊട്ടും പേടിച്ചില്ലല്ലോ എന്ന്. അത് കേട്ട് പാങ് കളിയാക്കുമ്പോ എന്റെ അടുത്തിരുന്ന് നിങ്ങൾ 3 പേരും കൂടി നിലവിളിക്കുമ്പോ ഞാനും ഒരു കമ്പനിക്ക് നിലവിളിച്ചെന്നേ ഉള്ളൂ, അല്ലാതെ എനിക്ക് പ്രേതത്തിന് പേടിയൊന്നും ഇല്ലെന്നെല്ലാം ക്യാൻ വീം വിളക്കുന്ന സമയം അവിടേക്ക് പെട്ടെന്ന് ഒരു ഡെലിവറി ബോയ് വന്ന് നിൽക്കുന്നത് കണ്ട് ഇതാ പ്രേതമാണോ എന്ന് ക്യാൻ ഒരു നിമിഷം പേടിക്കുന്നുണ്ട്. പക്ഷെ ഭാഗ്യത്തിന് ഇതൊരു മനുഷ്യൻ തന്നെയാണ്. പാങ് ഒരു കാര്യം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എത്തിക്കാനായി വന്ന വെറും സാധാരണ ഡെലിവറി ബോയ് ആണിത്. ഇപ്പോഴും കണ്ടു മേഡത്തിന്റെ ഒരു ധൈര്യം എന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് പാങ് ഞാനാണ് ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞ് അതിങ്ങ് വാങ്ങുന്നു. ഇവരിനി ഇവിടെ നിൽക്കാൻ പോലെ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് യൂസ് ചെയ്യാനായി ചെറിയൊരു സ്റ്റൗ സെറ്റപ്പ് അവൾ ഓൺലൈനിൽ ഓർഡർ ചെയ്തതാണ് ഇപ്പൊ ഇവർ കൊണ്ടുവന്നത്. അപ്പൊ എങ്ങനെയാ വിശന്നിട്ട് വയ്യ, നമുക്ക് വല്ലതും കുക്ക് ചെയ്താലോ എന്ന് പീച്ചിനോട് പാങ് ചോദിക്കുമ്പോൾ ഇവിടെ കുക്കിംഗ് ഒന്നും പറ്റത്തില്ല, നിങ്ങൾ ഇതൊക്കെ ഇവിടെ കത്തിച്ച് ഈ കെട്ടിടം മുഴുവൻ കത്തിപ്പോയാൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് വേണമെങ്കിൽ വല്ല ഓർഡർ ചെയ്ത് കഴിച്ചാൽ മതിയെന്ന് ഹോമ പറയുമ്പോൾ ഇത് വെറും ഓഫീസ് റൂം മാത്രമല്ല, നമ്മുടെ പ്രേതപിടുത്തത്തിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ള ഇടം മാത്രമല്ല, ഞങ്ങൾക്ക് താമസിക്കാനായി നിങ്ങൾ തന്ന വീടും കൂടിയല്ലേ, അപ്പൊ പിന്നെ ഞങ്ങൾക്ക് ഇവിടെ കുക്ക് ചെയ്യാതെ എപ്പോഴും ഓർഡർ ചെയ്ത് കഴിക്കാൻ പറ്റില്ല എന്നായിരുന്നു പാങ് പറയുന്നത്. ഞങ്ങൾ നിന്റെ അടിമയൊന്നുമല്ല, നീ പറയുന്ന കണക്കൊന്നും കേൾക്കാൻ സാധിക്കില്ല എന്ന് പീച്ച് എതിർക്കുമ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനാണ് നിങ്ങൾക്ക് കാശ് തരുന്നെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം, അത് നിങ്ങൾ സൈൻ ചെയ്ത കോൺട്രാക്റ്റിലുണ്ടെന്ന് ഹോമും എതിർക്കുന്നു. അങ്ങനെ ഇവർക്കിടയിൽ വഴക്കാവുമ്പോൾ ശരി ഒരു വഴക്ക് വേണ്ടെന്ന് കരുതി പാങ് ആണ് ശരി ഞങ്ങൾ കുക്ക് ചെയ്യുന്നില്ല അത് വിട്ടുകളാന്ന് പറഞ്ഞ് ഇടപെടുന്നത്. അങ്ങനെ ഇവിടെ നിന്ന് ഹോം തിരിച്ച് അവൻ താമസിക്കുന്ന വീട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ അവൻ ഫുഡ് കുക്ക് ചെയ്യലൊന്നുമില്ല, എപ്പോഴും ഓർഡർ ചെയ്ത് കഴിക്കുകയാണ്. അത് വിദേശത്തുണ്ടായിരുന്ന സമയത്ത് അങ്ങനെയാണ്, കുക്ക് ചെയ്യുന്ന പരിപാടി അവനില്ല. അങ്ങനെ ഫുഡ് പുറത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് കഴിക്കാനായി ഇരിക്കുന്ന സമയം ഇടിയും മിന്നലും ഒക്കെ അടിക്കുന്നു. ആകെ പേടിയാവുന്ന അവൻ വേഗം അവിടെ നിന്ന് പുറത്തേക്ക് ഓടുന്നത് നമുക്ക് കാണാം. ഇതേ ടീം തങ്ങൾക്ക് താമസിക്കാനായി തന്നിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് മേടിച്ച ബേർണർ കൊണ്ട് പാചകം നടക്കില്ല എന്ന് ഹോം പറഞ്ഞതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു മൈക്രോ ഓവനിൽ ചെറിയ രീതിക്ക് കുക്ക് ചെയ്യാനായി നോക്കുകയാണ് പീച്ച്. പാങ് സഹായിച്ചു കൂടെ തന്നെയുണ്ട്. അപ്പോഴാണ് ഹോം അവന്റെ സ്ലീപ്പിംഗ് ബാഗും ഒക്കെ കെട്ടിപ്പറക്കി വരുന്നത്. എന്ത് പറ്റി, പേടിച്ചോടി വരുവാണെന്ന് ഇവർ ചോദിക്കുമ്പോൾ അല്ല, ഞാൻ ആ പ്രയത്ന കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യാന്ന് കരുതി വന്നതാണെന്ന് അവൻ പേടി മറിച്ച് സംസാരിക്കുന്നു. ശരി നിങ്ങൾ ഡിസ്കസ് ചെയ്യും, ഞാനിപ്പോ വരാമെന്നും പറഞ്ഞ് പാങ് മാറി പോകുമ്പോഴേക്കും പീച്ച് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഹോം അത് നോക്കി നിൽക്കുമ്പോൾ ഈ പച്ചക്കറിയൊക്കെ ഒന്ന് കഴുകി തന്നേന്ന് പീച്ച് പറയുന്നു. ശരി എന്തിയ സോപ്പ് എന്നായിരുന്നു അത് കേട്ട് ഹോമിന്റെ ചോദ്യം. പച്ചക്കറിയൊക്കെ സോപ്പൊന്നും ഇടാതെയാണ് കഴുകി എടുക്കുന്നത്, വെള്ളത്തിൽ എങ്ങനെ കഴുകി എടുക്കേണ്ടതാണെന്നൊന്നും പോലും ഹോമിന് അറിയില്ല, കാരണം അവന് കുക്കിങ്ങിന്റെ ABCD അറിയില്ല. അങ്ങനെ എന്തെങ്കിലും അവിടെ നിന്ന് ആ ഒരു പ്രേതത്തെ പറ്റി സംസാരിക്കുന്ന സമയത്താണ് ആ പ്രേതം ഡെലിവറി ചെയ്യുന്ന കണക്കായിരുന്നല്ലോ ഇപ്പോഴും നടക്കുന്നത്. അതായത് ഹെൽമെറ്റ് വെച്ച് ആ ഒരു ഡെലിവറി ഡ്രസ്സൊക്കെ ധരിച്ച് കയ്യിലൊരു പാക്കറ്റും ഉണ്ടായിരുന്നു. ആ പാക്കറ്റിനകത്ത് കുറച്ച് റോസാപ്പൂക്കളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്നെങ്കിൽ ആ റോസാപ്പൂക്കൾ അന്ന് ആ ഹോട്ടൽ റൂമിൽ താമസിച്ചിരുന്ന, അതായത് ആ ഒരു പയ്യന് ആക്സിഡന്റ് പറ്റുന്ന അന്ന് ഹോട്ടൽ റൂമിൽ താമസിച്ചിരുന്ന ആരെങ്കിലും അവരുടെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കാനായി വാങ്ങിച്ചതാവാം, അല്ലെങ്കിൽ ഇയാളുടെ ആരെങ്കിലും പ്രിയപ്പെട്ടവർ ആ ഹോട്ടലിൽ അന്ന് ഗസ്റ്റായി താമസിച്ചിട്ടുണ്ടാവാം, അങ്ങനെ ആർക്കെങ്കിലും കൊടുക്കാൻ വന്നതുമാകാമല്ലോ. ഇങ്ങനെ 2 സാധ്യതയാണുള്ളതെന്ന് പീച്ച് പറയുമ്പോൾ ആ ഡേറ്റിലെ ഹോട്ടലിലെ ഗസ്റ്റുകളുടെ ഡീറ്റെയിൽസ് എടുക്കാൻ ഈ ക്യാനിനെ ഹോം വേഗം കോൺടാക്ട് ചെയ്യുന്നുണ്ടെങ്കിലും ക്യാൻ ഈ കാര്യം അവരുടെ സീനിയർ ലോയറോട് പറയുമ്പോൾ ആ ഡീറ്റെയിൽസ് അങ്ങനെ തരാൻ സാധിക്കില്ലെന്നായിരുന്നു ആ ലോയർ പറയുന്നത്. അങ്ങനെ ഇവർ ഇതിനെപ്പറ്റി സംസാരിച്ച് നിൽക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ഹോമിന്റെ അങ്കിൾ വരുന്നുണ്ട്. അങ്കിളാകട്ടെ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ കാര്യങ്ങൾ പറയുമ്പോൾ അതിനെന്താ ഹോമല്ലേ ചോദിക്കുന്ന, ലിസ്റ്റ് കൊടുത്തേക്ക്, കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ വളരെ സെക്യൂർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡീറ്റെയിൽസിൽ കൊടുക്കുന്നതിൽ തെറ്റില്ലാന്ന് അങ്കിൾ പറയുന്നുണ്ട്. അങ്ങനെ ആ ഡീറ്റെയിൽസ് കിട്ടുന്ന ക്യാൻ അത് നേരെ ഹോമിനെ കൊണ്ടുവന്ന് കാണിക്കുന്നു. നിങ്ങൾ അസ്യൂം ചെയ്തത് ശരിയാണ്, ഫുഡ് ഡെലിവറി ചെയ്യാനായി വന്നപ്പോഴാണ് ആക്സിഡന്റ് പറ്റിയതെന്നാണ് പൊതുവെ ഈ ഒരു പ്രേതത്തെ പറ്റി നടക്കുന്ന സംസാരമെങ്കിലും അന്ന് ഇവിടെയുള്ള കസ്റ്റമേഴ്സ് ആരും തന്നെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തീർച്ചയായും നിങ്ങൾ കണ്ടു എന്ന് പറയുന്ന ആ ഒരു പൂക്കളുണ്ടല്ലോ അത് അയാൾ ഇവിടെ താമസിച്ച അയാളുടെ ആർക്കെങ്കിലും വേണ്ടി കൊണ്ടുവന്നതാവാമെന്ന് ക്യാൻ പറയുന്നു. അങ്ങനെ എന്തെങ്കിലും ഇവർ അന്വേഷിക്കുമ്പോഴാണ് ചില കാര്യങ്ങൾ ഇവർ മനസ്സിലാക്കുന്നത്. അതുപ്രകാരം ഇവർ ഒരു ട്രാൻസ് വുമന്റെ അടുത്തെത്തുന്നു. ഈ ട്രാൻസ് വുമൻ അന്ന് ആ ഹോട്ടലിൽ താമസിച്ചിരുന്ന ഗസ്റ്റ് ആണ്. ഇവർ അന്ന് മാത്രമല്ല, ഇവർ ചില ആവശ്യങ്ങൾക്ക് ആ സ്ഥലത്തെത്തുമ്പോൾ മിക്കവാറും ഇതേ ഹോട്ടലിൽ തന്നെയാണ് സ്റ്റേ ചെയ്യാറുള്ളത്. ആ സമയത്തൊക്കെ ഇവർ ഫുഡ് ഓർഡർ ചെയ്യുന്നത് പുറത്തുനിന്നാണ്. ആ സമയത്തെല്ലാം ഫുഡ് കൊടുക്കാറുണ്ടായിരുന്നത് അതേ സെയിം ഡെലിവറി ബോയ് ആണ്. അങ്ങനെ ആ ഒരു പരിചയം ഇവർക്ക് പതിയെ അവനോടുള്ള പ്രണയമായി മാറുന്നു. അവരാകട്ടെ പതിയെ ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ അവന്റെ അളവ് കൂട്ടാനായി തുടങ്ങി. ഇവർക്ക് വേണ്ടിയുള്ള ഫുഡ് മാത്രമായിരുന്നില്ല, ആ പയ്യനും കൂടി ഷെയർ ചെയ്യണം എന്നുള്ള രീതിക്ക് കുറച്ച് കൂടുതൽ ഫുഡ് ഓർഡർ ചെയ്യായിരുന്നു. എന്നിട്ട് അവനെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ നിർബന്ധിച്ച് അങ്ങനെ അവർ നല്ല കമ്പനിയായി മാറി. അങ്ങനെയൊക്കെ ഒരു ദിവസം അവനോടുള്ള ഇവരുടെ താല്പര്യം അവർ തുറന്നു പറഞ്ഞപ്പോൾ അവനൊന്നും മിണ്ടാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. പിന്നെ ഇവരും തന്നൊരു ട്രാൻസ്ജെൻഡർ ആണല്ലോ, തന്നെ ഇവൻ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ലെന്ന് കരുതി പിന്നെ അവന് ബുദ്ധിമുട്ടിക്കാനായി പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അടുത്ത ദിവസം അവരുടെ ബർത്ത്ഡേ ആയിരുന്നു. അന്ന് പക്ഷേ ആ ഹോട്ടലിൽ അവർ ഉണ്ടായിരുന്നില്ല. ഉണ്ടാവുമെന്നാണ് അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മുന്നേ സംസാരിക്കുന്നതിന്റെ ഇടയിൽ. പക്ഷെ ചില തിരക്കുകൾ
കാരണം അവർക്ക് അവിടെ നിന്ന് മാറേണ്ടി വന്നു. പക്ഷേ ആ ബർത്ത്ഡേ ദിവസം അവർക്കുള്ള പൂക്കളും വാങ്ങിച്ച് അവരെ കണ്ട് അവർ പ്രപ്പോസ് ചെയ്തതിനുള്ള അവന്റെ പോസിറ്റീവായ ഒരു മറുപടി കൊടുക്കാനായി വരുന്ന സമയത്താണ് അവൻ ആക്സിഡന്റിൽ പെട്ടത്. പക്ഷെ പിന്നീട് താൻ പ്രപ്പോസ് ചെയ്തത് അവൻ ഇഷ്ടപ്പെട്ടു കാണില്ല എന്ന ഒരു രീതിക്ക് അവനെ കാണാനൊന്നും ഇവരും കൂട്ടാക്കിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ആ ഹോട്ടലിൽ അവർ പോയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോ ഇവരെ കണ്ട് പീച്ചും ഹോമും ആ ഒരു ഡെലിവറി ബോയുടെ ആക്സിഡന്റിനെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോഴാണ് അവൻ മരിച്ചു. തന്റെ ബർത്ത്ഡേ ദിവസം താൻ പ്രപ്പോസ് ചെയ്തതിനുള്ള മറുപടി പറയാനായി പൂക്കളും വാങ്ങി തന്നെ വരുന്ന സമയത്താണ് അവൻ ആക്സിഡന്റ് പറ്റി അവൻ മരിച്ചതെന്ന കാര്യങ്ങൾ അറിയുന്ന അവർ ആകെ സങ്കടത്തിലാവുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഇവരാകട്ടെ ആ ഒരു പ്രേതം എന്താണോ അന്ന് അവൾക്ക് ഡെലിവറി ചെയ്യാനായി ആഗ്രഹിച്ചിരുന്നത് അതേ കണക്കൊന്ന് ഇപ്പൊ ഇവിടെ ചെയ്യുന്നുണ്ട്. താൻ അറിയാതെ പോയ ആ കാര്യങ്ങൾ ഇപ്പൊ അറിഞ്ഞ് ആകെ സങ്കടത്തിലായിരുന്നവൾ ഇരുന്ന് കരയുമ്പോഴേക്കും ഇവർ നിൽക്കുന്ന സ്ഥലത്തേക്ക് ആ ആത്മാവ് എത്തുന്നു. താൻ അവളെ ഇഷ്ടപ്പെട്ടിരുന്നു, മറുപടി പറയാനായി വന്നപ്പോ തനിക്ക് അതിന് സാധിച്ചില്ല എന്നതൊക്കെ അവളിപ്പോ അറിഞ്ഞിരിക്കുന്നു എന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആ ഒരു ആത്മാവും അവിടെ നിന്ന് ആത്മശാന്തി നേടി പോകുന്ന കാഴ്ച പീച്ചിന് കാണാം. തുടർന്ന് അവൻ എല്ലാവരോടും ആ ഒരു പ്രേതവും ഇവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നു എന്ന കാര്യം അറിയിക്കുമ്പോഴാണ് അവർക്കും സമാധാനമാവുന്നത്. കാരണം ഈ കൂട്ടത്തിൽ പീച്ചിന് മാത്രമല്ലേ പ്രേതത്തെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അവന് മാത്രമാണ് ഇതൊക്കെ നേരിട്ട് കണ്ട് അനുഭവിക്കാനായി കഴിയുന്നത്. ബാക്കിയുള്ളവർക്കൊക്കെ അവൻ പറയുന്നതിലൂടെ മാത്രമുള്ള അനുഭവങ്ങളാണുള്ളത്. അങ്ങനെ ഇപ്പൊ ഇവിടത്തെയും കൂടി പ്രേതശല്യം എല്ലാം ഇവർ ഒഴിപ്പിച്ചതോടുകൂടി അത് സെല്ല് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ അത് റെന്റിന് എടുക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ വരണമെന്ന രീതിക്ക് കുറച്ച് വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്ത് ഇവർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം. അങ്ങനെ മൂന്നാമത്തെ പ്രേതബാധ ഒഴിപ്പിക്കൽ ഇവിടെ വളരെ വിജയകരമായി കഴിഞ്ഞിരിക്കുന്നു. ശേഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.